ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ വെനിസ്വലയിൽ ഒരു വലിയ എർത്ത് 2 തവണയാണ് എർത്ത് സംഭവിച്ചത്. 7.1 to 7.5 ഒരു പ്രാവശ്യം കുലുങ്ങിയത് 7.12 ആ റേഞ്ചിലാണ്. മറ്റൊരു തവണ 7.4 7.5 റിക്ടർ സ്കെയിലിൽ ആ അളവിലുള്ള മാഗ്നിറ്റ്യൂഡാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. വെനിസ്വലയുടെ തലസ്ഥാനമായിട്ടുള്ള കാരക്കാസിൽ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തിയിട്ടുണ്ട്. 1000-ലധികം ആൾക്കാർ പ്രാഥമികമായിട്ട് തന്നെ, അതായത് ഒന്നും നോക്കണ്ട, കണ്ണുമൂട്ടി അങ്ങ് പറയുക, 1000 പേര് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. പക്ഷേ അവിടുത്തെ ലോക്കൽ ന്യൂസ് റിപ്പോർട്ടേഴ്സ് പറയുന്നത് 5000-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതൽ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഫിലിപ്പൈൻസിനെ തുടർന്ന് അടുത്തൊരു മേജർ എർത്ത് ഇപ്പം ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെനിസ്വല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, നമ്മുടെ ഡെൽസി റോഡ്രിഗസ് G7 നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ മെസ്സേജും കൊണ്ടാണ് അവർ വന്നത്. ഇന്ത്യയും വെനിസ്വലയും തമ്മിൽ എണ്ണ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയ ആളാണ് ഡെൽസി റോഡ്രിഗസ്, നിലവിലെ വെനിസ്വലയുടെ പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്. Ya, por afuera que tenemos. No sale de allá, hermano, no, fuera más peligroso, hermano. Por allá, señores, al puerta 4, por allá. Aquí se cayeron 2 edificios, mire, al lado de la Altamira. Dios mío, el que estaba aquí en Altamira, el hotel Altamira, que tanto el semáforo, se cayeron 2 edificios. Dios mío, ay, tienen que haber muerto, Dios mío. Uy, no, es horrible, eso es horrible. Uy, mira esto, Dios mío. Dios mío, completo, Dios mío, Señor. Hay herido, hay herida. Dios mío, esta señora, Dios mío, y el restaurante que estoy en la situación en este momento aquí en San Bernardino, al lado de la frutería Juvenal, estoy abajo. el edificio que colapsó completamente. Hay muchos heridos adentro. Este edificio también esto, se así se gritó por mi casa. Es un desastre, esto le venía a los próceres de San por la Bernardino. parte de las escaleras. വെനിസ്വലയുടെ ആക്ച്വൽ പ്രസിഡന്റിനെ അമേരിക്ക രാമായണം പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹോട്ടൽസ് നിലംപൊത്തുന്നുണ്ട്, അതുപോലെ തന്നെ നിരവധി വീടുകൾ നിലംപൊത്തിയിട്ടുണ്ട്, റോഡുകളെല്ലാം വിണ്ടുകയറി കിടക്കുകയാണ്. ശരിക്കും വല്ലാത്തൊരവസ്ഥയാണ് വെനിസ്വലയിൽ. അതായത് ഈ അസറ്റുകൾ നഷ്ടപ്പെടുന്നതേ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. സ്വത്തുക്കളാണല്ലോ ഇതിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. മരിച്ചവർ മരിച്ചു, പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് വീണ്ടും ഇതെല്ലാം തന്നെ ഒന്നേന്ന് റീബിൽഡ് ചെയ്തെടുക്കണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ ചിലവ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ കൂടുതൽ പൈസ ചിലവാക്കും, അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പൈസ ചിലവാക്കും, അതുപോലെ തന്നെ വീട് വയ്ക്കാൻ, ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ചിലവാക്കും. അതുപോലത്തെ വീടുകളൊക്കെ ഒറ്റ കുലുക്കത്തിൽ നിലം പതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. അതാണ് വെനിസ്വലയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ രാജ്യം ഒന്ന് ജസ്റ്റ് അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് കുറച്ച് എണ്ണയൊക്കെ വിറ്റ് പച്ചപിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ആ സമയത്താണ് ഇങ്ങനൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. പ്രകൃതി ദുരന്തം, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹെൽപ്ലെസ്. അമേരിക്കയുടെ GF414 എഞ്ചിൻ, തേജാസ് MK ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന എഞ്ചിൻ, അതിൽ ആയിക്കൂടി ഒരു 3 എഞ്ചിൻ എങ്ങാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ പഴയ ഓർഡർ തന്നെ ഇതുവരെ ഫുൾഫിൽ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് AMCA ഫൈറ്റർ ജെറ്റിൻ്റെ
പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ GE എൻജിൻ വീണ്ടും സെലക്ട് ചെയ്തത്. ഇപ്പം 2 പ്രോജക്റ്റിനും ഇതൊരു റോഡ് ബ്ലോക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു എൻജിന് ഏകദേശം 70 മുതൽ 80 കോടിയാണ് പ്രാഥമികമായിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത്. അതിപ്പം 200 കോടിയിലേക്ക് ഉയർത്തുകയാണ്. അത് 6000 കോടിയായിട്ട് ഇന്ത്യയുടെ ഈ ഒരു എൻജിൻ പർച്ചേസ് മാറുകയാണ്. അതിന് അമേരിക്ക പറയുന്ന എക്സ്ക്യൂസ് GE കമ്പനി പറഞ്ഞിരിക്കുന്നത്, അതായത് നിലവിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. അന്ന് 2023 നമ്മൾ എഗ്രിമെന്റ് ചെയ്തതുപോലെയുള്ള പ്രൈസിൽ തരാൻ പറ്റില്ല എന്നാണ് ഇപ്പം GE കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെ ഡിലേ? എഞ്ചിൻ തരേണ്ടത് അവരാണ്. ഈ എഞ്ചിനെ ബേസ് ചെയ്ത് ഇവിടെ HAL എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കോടിക്കണക്കിന് പൈസ കൊടുത്ത് ഇവിടെ മറ്റുള്ള സ്പെയർ പാർട്സുകളും കാര്യങ്ങളും ബോഡിയും സെറ്റപ്പ് എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ എഞ്ചിൻ കിട്ടിയാൽ മാത്രമേ ഇത് അസംബിൾ ചെയ്യാൻ പറ്റൂ. അതാണ് നിലവിലെ സാഹചര്യം. നമ്മൾ ഈ GE എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ നമ്മുടെ വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ അമേരിക്കയിൽ നിന്നും ഇത് മാറ്റിപ്പിടിക്കണം. ആ പൈസ പോയെങ്കിൽ പോട്ടെ, നമ്മളല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് ഗവൺമെൻറ് തലത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടത്തണം. നമ്മൾ GE എഞ്ചിന് അടച്ച പൈസയ്ക്ക് നമുക്ക് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വേറെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം. അവർ ഇപ്പം നമുക്ക് ആ എഞ്ചിൻ സപ്ലൈ ചെയ്യേണ്ട, ആ സപ്ലൈ പണ്ടേ നിർത്തേണ്ടതായിരുന്നു. നമുക്ക് എഞ്ചിൻ കിട്ടാത്തതാണോ? എത്രയോ കമ്പനികളുണ്ട്, മറ്റൊരുപാട് കോമ്പറ്റീറ്റർ കമ്പനികൾ, സഫ്രാൻ കമ്പനി ആയിക്കോട്ടെ, റോൾസ് റോയ്സ് ആയിക്കോട്ടെ, ഒരുപാട് കമ്പനികൾ നമുക്ക് ഓപ്ഷൻസ് തന്നാണ്. 2 വർഷമായിട്ട് GE കമ്പനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സമയം, നമ്മളുടെ അധ്വാനം, നമ്മളുടെ ഇമ്പോർട്ടൻസ്, നമ്മളുടെ എയർഫോഴ്സ് മേഖലയിൽ ഇന്ത്യക്ക് കിട്ടേണ്ട ഒരു ഡോമിനൻസ്, ഇതെല്ലാം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നൊരു വിഷയമാണ്. ഇന്ത്യ തക്കതായ മറുപടി ഇതിന് കൊടുക്കണം, എക്സ്പ്ലനേഷൻ ചോദിക്കണം. ഇതിനെ ഒരു വലിയ വിഷയമായിട്ട് ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ എടുത്ത് സംസാരിക്കണം. കാരണം അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് അമേരിക്കയിലേക്ക് ഏതെങ്കിലും ഓർഡറുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി അത് കൃത്യമായിട്ട് ആ സപ്ലൈ പൂർത്തിയാക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അമേരിക്കൻ കമ്പനികളുടെ അടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് GE കമ്പനിക്ക് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ കിട്ടില്ല എന്നുള്ള തരത്തിൽ ഇതിനെ ഒരു ആഗോള തരത്തിലൊരു വാർത്തയാക്കി മാറ്റണം. ഇൻവെസ്റ്റ്മെൻറ്റുകളെങ്കിലും GEക്ക് പോവാതെ തടയാനുള്ള രീതിയിൽ വാർത്തകൾ കൊടുക്കുക തന്നെ വേണം. ജൂൺ 2023 ഈ GE എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി ട്രാൻസ്ഫർ, 80% ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടിയ ആ ബില്ല് US കോൺഗ്രസ്സിൽ പാസ്സാക്കിയതാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ GE കമ്പനിയിൽ നിന്നും ഇങ്ങനൊരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഡോളറിനും റുപ്പിക്കും ഇടയിൽ മൂല്യ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിരുന്ന പ്രൈസിനേക്കാളും ഒരു 20% അധികമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഓക്കെയാണ്, പേ ചെയ്യും. ഒരു 110-120 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇന്ത്യ അഡ്ജസ്റ്റ് ചെയ്ത് പേ ചെയ്യും. പക്ഷെ ഇതിപ്പം ഒരു എഞ്ചിന് 200 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് തന്നെയാണ്. അത് എന്ത് വിലക്കയറ്റമാണ്? 2023-നും 2026-നും ഇടയിൽ ഈ 3 വർഷത്തിനുള്ളിൽ 70 കോടിയിൽ നിന്നും 130 കോടി വർദ്ധിച്ച് 200 കോടിയായ. ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അതായത് അമേരിക്ക ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, തൽക്കാലം നിങ്ങൾക്ക് അത്രമാത്രം അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് വാങ്ങിച്ചോളൂ. അതിപ്പോൾ GE ആക്കുന്ന എന്തിന്? നമുക്കെന്താ പിന്നെ ഫൈറ്റർ ജെറ്റ് അങ്ങ് വാങ്ങിച്ചാൽ പോരെ? അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 6000 കോടിയോളം നമ്മൾ ചിലവാക്കേണ്ടി വരും. ഇറ്റ് മീൻസ് ഒരു 800 മില്യൺ അമേരിക്കൻ ഡോളർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് എഞ്ചിൻ കിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇന്ത്യക്കെതിരെ ചെയ്തൊരു വഞ്ചനയാണ്. ശരിക്കും അമേരിക്ക ഇന്ത്യയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് GE എഞ്ചിൻ പറഞ്ഞ കമ്പനി അമേരിക്കയിലെല്ലാം അറിയാമല്ലോ, ഇതേപോലത്തെ ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവരുടെ അജണ്ട എന്തോ ആയിക്കോട്ടെ, ഇന്ത്യയെ കൊണ്ട് കൂടുതൽ അമേരിക്കൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് വാങ്ങിച്ച് അമേരിക്കൻ ചേരിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരായിട്ട് അങ്ങോട്ട് നമ്മളെ വലിച്ചഴച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തീരുമാനമാണ്. അതിന് ഇന്ത്യ വഴങ്ങുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഓൾറെഡി റഷ്യ Su-57, Su-35 ഇതെല്ലാം തന്നെ ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുമായിട്ട് കട്ടയ്ക്ക് നേരിട്ട് ഏറ്റുമുട്ടി നമ്മൾ റഷ്യയുമായിട്ട് ആ കോൺട്രാക്ട് എടുത്ത് മുന്നോട്ട് പോകണം. നമുക്ക് ഫൈറ്റർ ജെറ്റ് ആവശ്യമാണ്. ഇപ്പോൾ എത്ര കോടിയാണ് നമുക്ക് നഷ്ടം നോക്കും. ഈ HAL എന്ന് പറഞ്ഞ കമ്പനി എത്ര കാലം കൊണ്ട് ഈ എഞ്ചിന് വേണ്ടി കാത്തിരിക്കുന്നു? അവിടുത്തെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ആ കമ്പനി റൺ ചെയ്യണ്ടേ? എഞ്ചിൻ കിട്ടാതെ ആ കമ്പനി ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിന്? എന്ത് ഗുണം? ആ ഒരു വിങ് തേജാസ് ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ എഞ്ചിൻ കിട്ടിയിട്ട് സ്പെയർ പാർട്സുകളൊക്കെ ഫിക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷൻ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലല്ലേ? എത്ര കോടിയാണ് അതിൻ്റെ നഷ്ടം? ഇനിയിപ്പോൾ എഞ്ചിൻ ഇന്ത്യ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു എഞ്ചിൻ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും? ഇനി പുതുതായിട്ട് ഓർഡർ കൊടുത്ത് അതവിടെ കൃത്യമായിട്ട് ആ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള മോഡൽ ബിൽഡ് ചെയ്ത് കിട്ടാൻ ഇനിയും വീണ്ടും ഒരു 2 വർഷം എടുക്കും.
അതായത് 2030 ആവും ഇന്ത്യക്ക് ഒരു 10-15 ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മളിനിപ്പോൾ ആ എഞ്ചിൻ്റെ കോൺട്രാക്റ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഫൈറ്റർ ജെറ്റുകൾ പർച്ചേസ് ചെയ്യുക, അമേരിക്കയുടെ ഒന്നും ആവരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറാന് പറ്റിയൊരു അമളി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 60 ദിവസത്തേക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ടോൾ പിരിക്കാനൊന്നും പറ്റത്തില്ല. ഇനി 60 ദിവസം കഴിഞ്ഞാൽ ടോൾ പിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും നടക്കില്ല. കാരണം ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു വരുന്ന കപ്പലുകൾക്ക് നേരെ ഇറാന് ആക്രമണം നടത്താൻ പറ്റില്ല. ഇറാൻ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ വഴി കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം അമേരിക്ക വരച്ചു കൊടുത്തൊരു പുതിയ റൂട്ടുണ്ട്, ഒമാൻ ത്രൂ ഉള്ള റൂട്ട്. ആ റൂട്ട് മാപ്പാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മിക്കവാറും കപ്പലുകളെല്ലാം തന്നെ ഈ റൂട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തുരിതരാ കപ്പലുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക്കാണ്, നല്ല ട്രാഫിക്കാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ലൈവ് ട്രാഫിക് ചിത്രീകരിച്ച റെക്കോർഡഡ് വീഡിയോ ഞാനവിടെ വെക്കുന്നുണ്ട്. നല്ല ട്രാഫിക്കാണ്. ഇന്ത്യയിലേക്ക് 36ഓളം കപ്പലുകൾ ഇന്ത്യയിലേക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇനിയും 40ഓളം കപ്പലുകൾ ലൂപ്പിലുണ്ട്. അപ്പോൾ സപ്ലൈ ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒമാൻ്റെ തീരത്തൂടെയാണ് എല്ലാ കപ്പലുകളും വരുന്നത്, പുതിയ റൂട്ട്. ഇനിയിപ്പോൾ ഇറാൻ ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാനും ഖത്തറും ഒമാൻ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒമാൻ ടോൾ പിരിച്ചാൽ മാത്രമേ ഇറാന് പിരിക്കാനും പറ്റുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒമാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കപ്പലുകളും ഒമാൻ റൂട്ടിൽ കൂടെ പോകും. ഇന്റർനാഷണൽ വാട്ടർ വേയിൽ പോയിട്ട് ഒമാൻ്റെ റൂട്ടിൽ കൂടെ പോകരുതെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കാൻ ഇറാന് വകുപ്പില്ല. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കല്ലുവലിയായിട്ട് അവർക്ക് പ്രഖ്യാപിക്കാം, ഒമാൻ്റെ തീരത്തൂടെ പോയാലും ഞങ്ങൾ അറ്റാക്ക് നടത്തും എന്നൊക്കെ ഭീഷണിയൊക്കെ ഉയർത്താം. പക്ഷേ ഇപ്പം യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്ന സാഹചര്യം, ഇനി അവർ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വയലേഷനായിട്ട് മാറും. ഇറാനെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അവരുടെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ വഷളാവും. കാരണം അമേരിക്കയുടെ കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വളരെ വിരളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഈ പുതിയ റൂട്ടിലൂടെയാണ് കപ്പലുകളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇറാന് ടോൾ പിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ ഉദ്ദേശിച്ചത് കഷം ഐലൻഡ് വഴി കപ്പലുകളെയൊക്കെ ഒരു പുതിയ റൂട്ട് അതുവഴി അങ്ങ് സ്ഥാപിച്ചെടുത്തിട്ട് മാൻഡേറ്ററി റൂട്ട് ആക്കിക്കൊണ്ട് ആ റൂട്ടിലേക്ക് ടോള്, സർവീസ് ഫീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പണം പിരിക്കാം എന്നാണ് വിചാരിച്ചത്. ആ പരിപാടി ഇപ്പം അപ്പാടെ പൊളിയുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇവർ അമേരിക്കയുമായിട്ട് സംസാരിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഒന്ന് മയപ്പെടുത്തി. ട്രംപ് പല സ്വഭാവമുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഇറാൻ നാളെ പറയുന്നു, ഞാനൊരു കപ്പലിന് 2 കോടി രൂപ വെച്ച് പിരിക്കാം, അതിലൊരു 40% അമേരിക്കയ്ക്ക് തന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഒരു പക്ഷേ ഓക്കെയും പറഞ്ഞോളാം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ട്രംപാണ്. ഇറാന് ട്രംപിൻ്റെ പൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറാൻ ഈ ഓഫർ ട്രംപിന് കൊടുത്താൽ മതി, ട്രംപ് അപ്പോഴേ ഓക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്ത് അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനെയോ നമ്മൾ ഇതിനകത്ത് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. രണ്ടും 2 തരത്തിലുള്ള കൊള്ളക്കാരന്മാരാണ്. അത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒമാനെയും കൂടി കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ടും കൂടി ടോൾ പിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് റൂട്ടിൽ കൂടെ പോയാലും പണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ അത് ഇറാൻ്റെ കഷം ഐലൻഡ് ത്രൂവും അതേപോലെ ഒമാൻ ത്രൂ ഒക്കെ പോകും. അതിനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒമാനെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അമേരിക്ക അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിൻ്റെ നെഗോസിയേഷൻ്റെ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. അമേരിക്ക അടുത്ത് സംസാരിക്കുക, കാര്യം ചെയ്യാം, പിരിക്കാം, 40% അമേരിക്കയ്ക്ക് തരാം, 60% ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പ്രശ്നം തീരും. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $69 എത്തിയിരിക്കുകയാണ് പെർ ബാരലിന്. ഇനിയും കുറയുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം UAE ഓൾറെഡി ഇതിന് ഒപ്പക്കിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ അവർക്ക് എത്ര എണ്ണ വേണമെങ്കിലും വിൽക്കാം. അതുപോലെ തന്നെ വെനിസുലയുടെ ഓയിൽ മാർക്കറ്റിലുണ്ട്, അതിപ്പോൾ ഇറാൻ്റെ ഓയിലും മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, ധാരാളം അവൈലബിൾ ആണ്. പാകിസ്ഥാൻ അവരുടെ എണ്ണ വില കുറച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് അത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ യുദ്ധകാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ച പൈസ ഉണ്ടല്ലോ, അതെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കണം. സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ അത് കുറച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ എണ്ണ കമ്പനികൾക്കുണ്ട്. ഇസ്രായേൽ ഇപ്പോഴും ലബനാൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ലിറ്റാനി റിവറിൻ്റെ അപ്പുറത്ത് വരെ ഇസ്രായേലിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലബനാനുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇസ്രായേലിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. കാരണം കുറേ സ്ഥലങ്ങളിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.